ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. കഴിഞ്ഞ നമ്മുടെ 1-2 വീഡിയോസിലായിട്ട് ഞാൻ നാട്ടിലൊരു മാരേജ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇന്ന് നമ്മൾ ആ ഒരു മാരേജിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇതെന്റെ സെക്കൻഡ് കസിന്റെ മാരേജ് ആണ് കേട്ടോ. നമ്മൾ പെൺവീട്ടുകാരാണ്. ഇപ്പൊ എല്ലാവരും ആളിലൊക്കെ മാരേജ് നടത്തുന്നത് കൊണ്ട് തന്നെ വീടുകളിൽ വെച്ചിട്ട് മാരേജ് നടത്തുന്നത് വളരെ കുറവാണ്. എന്നാൽ ഇവിടെ പെണ്ണിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ വരുന്നവരൊക്കെ ചെക്കന്റെ സൈഡിലുള്ള ആൾക്കാരാണ് കേട്ടോ. കല്യാണത്തിന്റെ മുഹൂർത്തം കുറച്ച് നേരത്തെ ആയിരുന്നു. 10:45-നും 11:30-നും ഇടയിലായിരുന്നു കല്യാണത്തിന്റെ മുഹൂർത്തം. അവിടെ ചെക്കന്റെ വീട്ടുകാർ വരുമ്പോൾ പൂവിടാനും റോസ് വാട്ടറൊക്കെ തളിക്കാനായിട്ട് കുട്ടികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ സൈഡിൽ ഇവർ വരുമ്പോൾ പൂവിടാതായപ്പോൾ ആ പ്ലേറ്റിൽ നിന്ന് എടുത്തെറിയുന്ന ആളെ കണ്ടു. അതാണ് കേട്ടോ എൻ്റെ ഏട്ടൻ. ഇപ്പുറത്തെ സൈഡിലായിട്ട് അമ്മൂസും കുഞ്ചൂസും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നോർമലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഗേൾസ് മാത്രമാണ് നിൽക്കാറുള്ളത്. പക്ഷെ അമ്മൂസ് പോയപ്പോൾ കുഞ്ചൂസിനും പോയി പൂവെറിയണം എന്ന് പറഞ്ഞിട്ട് അവനും അവളുടെ കൂടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാ ഒരു ക്രീം കളർ കുർത്തയും മുണ്ടും കൊടുത്തിട്ട് നടന്നു വരുന്നതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ വന്നതും കുട്ടികൾ പൂവ് അറഞ്ചം പുറഞ്ചം എറിയുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് അവർ ശരിക്കും ആക്റ്റീവ് ആയതെന്ന് വേണം പറയാൻ. നമ്മുടെ ഈ ഒരു ചെന്നൈ കുക്സ് ആൻഡ് ടാക്സ് ഫാമിലിയിലുള്ളവര് ഞാൻ സാരി ഉടുത്തിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. കാരണം ഞാനൊരു സാരി ലവർ അല്ല എന്ന് മാത്രമല്ല, എനിക്ക് സാരി ഉടുക്കാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്ത ഒരാളും കൂടെയാണ്. മഞ്ജു, അതായത് എൻ്റെ ഏട്ടന്റെ ഭാര്യ, അവളും എന്നെ പോലെ തന്നെയാണ്. സാരി ഉടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. അവള് സാരി ഉടുക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനും സാരി ഉടുക്കാന്ന് വിചാരിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പുടവ സാരിയാണ് കേട്ടോ ഉടുത്തിട്ടുള്ളത്. കൂടെ ഉണ്ടായിരുന്ന ബാക്കി 2 പേര് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ലിൻസേച്ചിയും ജിൻഷേച്ചിയും ആയിരുന്നു. ഈ ഒരു സമയത്ത് അവിടെ ചെറുക്കന് സ്വീകരിക്കൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാല് കഴുകിക്കലും അതുപോലെ തന്നെ ആരതി ഒഴിയലും അങ്ങനെയൊക്കെ ആയിട്ട്. അടുത്തതായിട്ട് നമ്മുടെ ബ്രൈഡിന്റെ എൻട്രി ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സെക്കൻഡ് കസിന്. അവളുടെ പേര് ഞങ്ങൾ ഇവിടെ മോളൂട്ടിന്ന് വിളിക്കും. അവളുടെ ശരിക്കുള്ള പേര് അഞ്ജന എന്നാണ്. കല്യാണ പെണ്ണ് സ്റ്റേജിലേക്ക് കയറിയതും അടുത്തതായിട്ട് കല്യാണ ചെക്കൻ സ്റ്റേജിലേക്ക് കയറി. കല്യാണ ചെക്കന്റെ പേര് ദീപക് എന്നാണ് കേട്ടോ. പിന്നീട് അവിടെ എംബ്രാന്തിരിയുടെ വകയായിട്ടുള്ള പുണ്യാഹം കൊടുക്കലും പ്രസാദം കൊടുക്കലും ഒക്കെ ആയിരുന്നു. ചെറുക്കന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ പെണ്ണിന്റെ അച്ഛനും അമ്മയും. ചെറുക്കന്റെ വീട്ടുകാർ വരലും ചടങ്ങുകളും താലികെട്ടലും ഒക്കെ പെട്ടെന്ന് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് ദൂരെ ആയിരുന്നത് കൊണ്ടും ക്യാമറമാൻ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നത് കൊണ്ടും ചടങ്ങുകളൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും താലികെട്ടൊക്കെ ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൂവ് കൊണ്ടുള്ള മാല, പുഷ്പഹാരം എന്നെന്താണെന്ന് തോന്നൂലേ അതിന് പറയുന്നത്, അതിടുന്ന ചടങ്ങായിരുന്നു. പുഷ്പഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തിയ ശേഷം അടുത്തത് പുടവ കൊടുക്കൽ ചടങ്ങായിരുന്നു. നമ്മുടെ വീഡിയോസ് ഏതൊക്കെ സ്ഥലങ്ങളിലുള്ളവരാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ നാട്ടിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ, അതല്ലെങ്കിൽ ഈ ചടങ്ങിൽ തന്നെ എന്തെങ്കിലും ഓർഡറിൽ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇവരുടെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുടവ കൊടുക്കൽ ചടങ്ങിന് ശേഷം റിംഗ് എക്സ്ചേഞ്ച് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. അവസാനമായിട്ട് പെണ്ണിന്റെ കൈ ചെക്കനെ ഏൽപ്പിച്ചിട്ട് 3 റൗണ്ട് ചുറ്റുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.